മറുദേശങ്ങളിൽ വേനൽ കടുക്കുമ്പോൾ നീർത്തടങ്ങൾ പ്രതീക്ഷിച്ചെത്തുന്നവയാണ് മിക്ക ദേശാടന പക്ഷികളും. എത്ര കടുത്താലും സംസ്ഥാനത്തെ നിരവധി ജലസ്രോതസ്സുകൾ വേനലിനെ അതിജീവിക്കുന്നുവെന്നതാണ് ദേശാടന പക്ഷികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. എന്നാൽ ഇത്തവണ താളം തെറ്റി. നീർത്തടങ്ങൾ പറ്റിയതോടെ മലപ്പുറം തിരുനാവായയിൽ വർഷങ്ങളായി സ്ഥിരതാമസമാക്കിയിരുന്ന ദേശാടന പക്ഷി ഓപ്പൺ ബിൽഡ് സ്ട്രോക്കിന്റെ എണ്ണത്തിൽ കുറവുണ്ടായി. നവംബർ മുതൽ മാർച്ച് വരെയാണ് ദക്ഷിണേന്ത്യയിൽ ഇവയുടെ പ്രജനനകാലം. ഈ മാസങ്ങളിൽ നമ്മുടെ നാട്ടിൽ പ്രജനനം നടത്തിയിരുന്ന ഇവയെ ഇപ്പോൾ കാണാനാകുന്നത് വിരലിലെണ്ണാവുന്നവ. കൂട്ടത്തോടെ കണ്ടിരുന്ന പല പക്ഷികളും, അത് ലെസർ വിസിലിംഗ് ഡക്ക്, പിങ്ക് ടൈല് തുടങ്ങിയ എരണ്ടകൾ നേരത്തെ കാലത്തെ കൂട്ടത്തോടെ തിരിച്ചുപോയി. ഇപ്പം തന്നെ തിരുനാവായിലെ കൊടക്കൽ കായലിലൊന്നും ആ എരണ്ട വർഗത്തിന് ഇപ്പോൾ കാണുന്നില്ല. ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ സുലഭമായിരുന്ന എന്നാൽ വംശനാശ ഭീഷണി നേരിടുന്ന വുഡ്സ് ആൻഡ് പെപ്പർ, ബ്ലാക്ക് ഹെഡഡ് ഐബീസ് എന്നീ അപൂർവ ഇനങ്ങളും അപ്രത്യക്ഷമായി തുടങ്ങി. ദേശാടനത്തിനൊടുവിൽ താമരപ്പാടങ്ങളിൽ അഭയാർത്ഥികളായെത്തിയ ഗ്ലോസി ഐബീസും പർപ്പിൾ ഹെറോണിനും പ്രതീക്ഷ കൈവിട്ടു. പുഴയും നാടും ശുദ്ധീകരിക്കുന്ന വൈറ്റ് ഹെഡഡ് ഗൾ എന്ന കടൽ കാക്കകളുടെ എണ്ണത്തിലും വൻ കുറവ്. ഫെബ്രുവരി ആദ്യ ആഴ്ചയിലെത്തി വേനൽ അവസാനം തിരിച്ചു പോകുന്ന ഇവയും വെള്ളത്തിനായി നെട്ടോട്ടമോടുന്നു. നമുക്ക് മുമ്പേ വേനലിന്റെ കാഠിന്യമറിഞ്ഞവർ വളരെ നേരത്തെ പറന്നുപോയി. ഇതോടെ കടുത്ത ചൂടിൽ കേരളത്തിന് നഷ്ടമാകുന്നത് പല അപൂർവ ഇനം ദേശാടന പക്ഷികളെയാണ്. ക്യാമറാമാൻ വൈശാഖിനൊപ്പം ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.